കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു കാട്ടിൽ മിത്ര എന്നു പേരുള്ള ഒരു എലിക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ നല്ലൊരു നർത്തകി കൂടിയായിരുന്നു. അവളുടെ കൂട്ടുകാരനായിരുന്നു മൈത്രേയൻ. മൈത്രേയൻ നല്ലൊരു പാട്ടുകാരനുമായിരുന്നു. പാട്ടുപാടിയും ഡാൻസ് കളിച്ചും രണ്ടുപേരും കാട് മുഴുവൻ അങ്ങനെ ഓടി നടക്കും. കൗശലക്കാരനായ കൗശുപൂച്ച എന്നും ഇവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മിത്രയും മൈത്രേയനും കൗശുവിനെ കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കും. ഒരു ദിവസം പാവം മിത്ര ഡാൻസ് ഒക്കെ കളിച്ചു വരുമ്പോൾ കൗശു അവളെ പിടിക്കാൻ ഓടിച്ചിട്ടു. മിത്ര പേടിച്ചോടി ഒരു കല്ലിൽ തട്ടിത്തെറിച്ച് ഒരു പൊട്ട കിണറ്റിലേക്ക് വീണു. കൗശു കിണറ്റിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ അവിടെ തന്നെ കിടന്നു. നിന്റെ ഭക്ഷണം നീ തന്നെയാ. കുറെ നാളെ എന്നെ പിടിക്കാൻ നടക്കുന്നു ഞാൻ. നീ എന്നെ കളിപ്പിച്ച മുങ്ങുമായിരുന്നല്ലോ. മിത്രയുടെ കരച്ചിൽ കേട്ട് മൈത്രേയൻ ഓടി വന്നു. മൈത്രേയനെ കണ്ടതും കൗശു ഒളിച്ചു നിന്നു. മൈത്രേയൻ കിണറ്റിലേക്ക് എത്തി നോക്കി. അയ്യോ, എന്റെ മിത്രക്കുട്ടി, ഇനിയിപ്പോ എന്താ ചെയ്യുക? എങ്ങനെ രക്ഷപ്പെടുത്തുക? അയ്യോ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മൈത്രേയൻ പല പ്ലാനുകളും ആലോചിച്ചു. അപ്പോഴാണ് ഒരു പശുക്കിടാവിനെ കണ്ടത്. പശുക്കിടാവിന്റെ കഴുത്തിലെ നീണ്ട കയർ കണ്ട് അവൻ ഓടിച്ചെന്നു. ആ കയർ മുറിച്ചെടുത്തു. അതുമായി കിണറിനടുത്തേക്ക് അവൻ തിരിച്ചോടി. കിണറിന്റെ പുറത്തെത്തിയ മിത്രയെ നോക്കി മൈത്രേയൻ ചോദിച്ചു, ഒരു വഴിയില്ലാതെ ഉറക്കെ കരഞ്ഞു. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നു. ഞാൻ കുറേ മണ്ണ് വാരി കൗശുവിന്റെ കണ്ണിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കൗശുവിന്റെ തലയിലേക്ക് ചാടി കയറി. അവിടുന്ന് ഒറ്റച്ചാട്ടം പുറത്തേക്ക്. ഭാഗ്യം, അങ്ങനെ ഞാൻ പുറത്തെത്തി. എന്റെ മിത്രക്കുട്ടി കൊള്ളാലോ, മിടുക്കി, രക്ഷപ്പെട്ടല്ലോ. ഈ സമയത്ത് കൗശു കിണറിന്റെ ഉള്ളിൽ ഓടി നടന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ആലോചിക്കുകയായിരുന്നു. മിത്രയും മൈത്രേയനും കൗശുവിനെ നോക്കി പറഞ്ഞു, ജീവിക്കട്ടെ. അങ്ങനെ മിത്രയും മൈത്രേയനും വീണ്ടും പാട്ടുപാടി ഡാൻസും കളിച്ച് കാട് മുഴുവൻ ഓടി നടന്നു. കൂട്ടുകാരെ, നമുക്ക് ശക്തിയും ബലവും ആരോഗ്യവും ബുദ്ധിയും ഒക്കെ ഉള്ളത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല കേട്ടോ, മറിച്ച് എല്ലാവർക്കും നന്മ ചെയ്യാനാണെന്ന് പ്രത്യേകം ഓർക്കണേ. Hello friends, if you like our videos, please subscribe to our channel.